മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനം ആവർത്തിച്ചു മുഖ്യമന്ത്രി. ലീഗിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമാണ് എന്ന വിമർശനം. ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടരുത്. വർഗീയ സംഘടനകളെ തുറന്ന് എതിർക്കാൻ ലീഗിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നും CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതയെ നേരിടേണ്ട രീതിയിൽ നേരിടാതിരുന്നപ്പോൾ, വർഗീയതക്ക് മാന്യത കൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ വർഗീയ ശക്തിയെ സ്വീകരിക്കാവുന്നതാണ് എന്ന ഒരു ധാരണ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരിൽ തന്നെയുണ്ടായി. വർഗീയതയെ നേരിടുമ്പോൾ അവിടെ വോട്ടാണ് പ്രധാനമെന്ന് കാണരുത്. വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിരിടാൻ പറ്റണം. മതനിരപേക്ഷത സംരക്ഷിക്കുമ്പോൾ വർഗീയതയുമായി ഒരു തരത്തിലും സമരസപ്പെടാതിരിക്കണം. എന്നാൽ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കും അത്തരമൊരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമോ? അനിൽക്ക സൈദാണ് വിവരങ്ങളുമായുള്ളത്. അനിൽക്ക, പ്രത്യക്ഷത്തിൽ ഇത് UDF-നെതിരെയുള്ള ഒരു ആക്രമണമാണ് എങ്കിൽ പോലും ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ആണ് പ്രധാനമായിട്ടും ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ലക്ഷ്യം വയ്ക്കുന്നത് ലീഗിനെ തന്നെയാണ്. മാത്രമല്ല, വർഗീയമായി ചിന്തിച്ചുകൊണ്ട് വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ടുകളിലേക്ക് ലീഗ് പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതാദ്യമായിട്ടല്ല, തുടർച്ചയായിട്ട്. അതെ ലാൽകൃഷ്ണ, അതായത് മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനം മുഖ്യമന്ത്രി കടുപ്പിക്കുകയാണ്. ഇന്ന് നടന്നിട്ടുള്ള CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമ്മേളന വേദിയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള കടുത്തൊരു ആരോപണം മുസ്ലിം ലീഗിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ RSSനെതിരെ ആരോപണങ്ങൾ വിമർശിച്ച മുഖ്യമന്ത്രി പിന്നെ അത് മെല്ലെ കേരള രാഷ്ട്രീയം സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനം മുഖ്യമന്ത്രി ഉയർത്തിയത്. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിമർശനം മുഖ്യമന്ത്രി മുമ്പ് ലീഗിനെതിരെ ഉയർത്തിയിരുന്നു. അതായത് ഈ മുസ്ലിമിന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ആണെന്നും, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും തുറന്നെതിർക്കാൻ ലീഗിന് കഴിയാത്തത്, അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളിൽ, അതായത് മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സുന്നി സംഘടനകൾ ജമാഅത്തെ ഇസ്ലാം എതിർക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ലീഗിന് ജമാഅത്തെ ഇസ്ലാം എതിർക്കാൻ കഴിയാത്തതെന്നൊരു ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ലീഗിന് പല ദൗർബല്യങ്ങളുണ്ടാവും. ആ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടരുത്. മുസ്ലിം ജനവിഭാഗങ്ങളിൽ പകുതിയും ജമാഅത്തെ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുസ്ലിം സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകൾ, അതായത് AP സുന്നി വിഭാഗവും EK സുന്നി വിഭാഗവും ഈ ജമാഅത്തെ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ലീഗിന് ജമാഅത്തെ ഇസ്ലാമിനെ തള്ളിപ്പറയാൻ കഴിയാത്തത് എന്നൊരു ചോദ്യമാണ് മുഖ്യമന്ത്രി ഇതിലൂടെ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അറിഞ്ഞുകൊണ്ടുള്ള നിലപാട് മുസ്ലിം സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലാക്കുമെന്നൊരു നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രസംഗത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ RSSനെ വിമർശിച്ചെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്താണ് അതായത് ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ അതിരൂക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ CPM സമ്മേളനങ്ങളിലും അതോടൊപ്പം തന്നെ CPM പരിപാടികൾക്കകത്തൊക്കെ തന്നെ മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനം മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയുള്ള വിമർശനം സൂചിപ്പിച്ചിരുന്നു. ലീഗ് പല സ്ഥലങ്ങളിലും ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുകൂടുന്നുണ്ടെന്നൊരു ആരോപണം ഈ സമ്മേളനത്തിൽ ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. ലാൽകൃഷ്ണ.